ലൈലത്തുൽ ഖദറിൻ്റെ മാസം റംലാൻ, റസൂലിൻ്റെ പാവന പുണ്യം റംലാൻ. സുധാകരൻ എന്ന് പറയുന്ന സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചെറ്റ എന്ന് വിളിച്ചു പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ ഞാൻ മറുപടി നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് തെറിവാക്കും എനിക്ക് വിളിക്കാം, പക്ഷേ ഞാൻ പിണറായി വിജയൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അത് തന്നെ ഏറ്റവും വലിയ തെറിവാക്കാണെന്ന് അതെ, വെള്ളാപ്പള്ളിയെ പോലുള്ള ജാതി പിശാചുക്കളൊക്കെ ഇനിയും തലമുക്കും. അയാൾ ഒരേ സമയം മതേതരത്വം പറയുന്ന പിണറായി വിജയൻ്റെ കാറിൽ യാത്ര ചെയ്യുക, ഇവിടെ വന്നിട്ട് വർഗീയത പറയും ചെയ്യുക. പിണറായിക്ക് അതിനെതിരെ ഒരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റുണ്ടായ എത്ര കിട്ടി? കൂടുതൽ മുഖവുര ആവശ്യമില്ല. ഞെരളത്ത് ഹരിഗോവിന്ദൻ നമ്മോട് കൂടെ. ഹരിയേട്ടാ, ആരാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ? ഞെരളത്ത് ഹരിഗോവിന്ദൻ ഞെരളത്ത് രാമപൊതുവാൾ എന്ന സോപാന സംഗീതം എന്ന കലാരൂപം ഉപാസിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒന്നുമാവാതെ പോയ ഞെരളത്ത് രാമപൊതുവാളുടെ 7 മക്കളിൽ 6ാമത്തെ മകനാണ്. അതാണ് ആദ്യത്തെ ഒരു ടൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് പത്മശ്രീയോ മറ്റ് പുരസ്കാരങ്ങളോ ഒന്നും ഞാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരു ശ്രമങ്ങളും ഇന്നേ വരെ നടത്താത്തത് ഞെരളത്ത് രാമപൊതുവാളുടെ മകനായി ജനിച്ചു എന്നതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പത്മശ്രീ. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച കലയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നില്ല. അദ്ദേഹം ക്ഷേത്രനടയിൽ അനുഭവിച്ച അവഹേളനങ്ങളും അവഗണനകളും ശത്രുതകളും സഹിക്കവയ്യാതെ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി പാടാൻ തുടങ്ങിയ ആളാണ്. കാരണം ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും അദ്ദേഹത്തിന് ക്ഷേത്രനടയിൽ കിട്ടിയിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ക്ഷേത്രനടയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നടയടച്ച് തുറക്കുന്നത് വരെ വിഗ്രഹം കാണുന്ന അതേ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാൾ പുറത്തുനിന്ന് പാട്ട് പാടുന്നത്. നടയടച്ച് തുറക്കുന്നവരെ വിഗ്രഹം കാണില്ലല്ലോ. അങ്ങനെ പാടുന്നതിനാണ് ഈ സോപാന സംഗീതം എന്ന് പറയുക. പുറത്ത് തൊഴുതു നിൽക്കുന്ന മനുഷ്യരിൽ അവിടെ സിനിമാ നടനോ നടിയോ വന്നാലും അവരുടെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ സോപാന സംഗീതം പാടുന്നത്. നട തുറന്ന ഉടനെ പാട്ട് നിർത്തണം. 10-15 മിനിറ്റേ പാടേണ്ടതുള്ളൂ. ഒരു വലിയ സംഗീതശാഖയുമല്ല. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നട തുറന്നത് അച്ഛൻ കണ്ടില്ല. അച്ഛൻ മുഴുകി പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് പാടുക. അദ്ദേഹം എല്ലാം മറന്ന് പാടുന്ന ആളാണ്. ആത്മവിസ്മൃതമായിട്ട് പാടുന്ന ആളാണ്. ONV കുറുപ്പ് സാറ് അച്ഛൻ പാടുന്നതിനെക്കുറിച്ച് ഒരു കവിത തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അർദ്ധമീലിത നേത്രനായി സോപാന സന്നിധിയിൽ മിശ്രഖണ്ഡ ത്രിപുട നടകൾക്കുള്ളൊരഴകെല്ലാം പാട്ടിലേക്കു പകർന്നു തന്നുട പാണി കൊട്ടുമ്പോൾ വൃദ്ധഗായകനി പ്രപഞ്ചം വിസ്മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചം വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടുന്നത് നേരിൽ കണ്ടതിന് ശേഷം എഴുതിയതാണ് ONV കുറുപ്പ് ആ പാട്ട്. അതിനുശേഷം 5 പെറ്റൊരു പഴവയർഹ കാത്തിരിക്കുന്നു. അതായത് വീട്ടിൽ പട്ടിണിയാണ്. 5 മക്കളും, അന്ന് 5 മക്കളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. 7 മക്കളാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞെരളത്ത് രാമപൊതുവാൾ സോപാന സംഗീതം കാട്ടിലും വീട്ടിലും റോട്ടിലൊക്കെ പാടാൻ തയ്യാറായി. ഒരു ചെറിയ കുട്ടി ഇടയ്ക്കയിലെ കൗതുകം കാണിച്ചാൽ പോലും ആ കുട്ടിക്ക് വേണ്ടി പാടാൻ തയ്യാറായി. അങ്ങനെ ക്ഷേത്രനടയിൽ പോവാൻ സാധ്യതയില്ലാത്ത മനുഷ്യരുൾപ്പെടെ സകലരും ആ പാട്ട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സോപാന സംഗീതം ജനകീയമായത്. അതല്ലാതെ ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പാട്ടുകാരൊക്കെ ഉണ്ടായത് ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ സോപാന സംഗീതം കേൾക്കാനായിട്ട് ക്ഷേത്രനടയിൽ പോയി കേട്ട് അത് ആസ്വദിച്ചിട്ട് പ്രചരിച്ചതല്ല. അതിൻ്റെ തുടർച്ച ഞാൻ ചെയ്യേണ്ടി വന്നത്, അച്ഛൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് നട തുറന്നിട്ടും പാട്ട് നിർത്താത്ത വന്നപ്പോൾ പൂജാരി പുറത്തേക്ക് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. കാരണം പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി എല്ലാവരും തിക്കിത്തിരക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ പൂജാരിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ദക്ഷിണ മുഴുവൻ അച്ഛൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ്റെ കാൽക്കൽ കൊണ്ടേ വെക്കുകയാണ്. അതായത് അച്ഛന് കയ്യിൽ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. ഇന്നത്തെ മാതിരി പിന്ന് കുത്തി വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല കൂട്ടുകാർക്ക്. അതൊക്കെ കൂടി കണ്ടപ്പോഴേക്കും പുരോഹിതന് ഈഗോ അടിച്ചു. ഒരൊറ്റ ഒച്ചടലാണ് അയാൾ. ഇത് നിർത്തിക്കൂടെ, ഇതിന് ചിട്ടയും വട്ടക്കില്ലേ, ഇതിങ്ങനെ നട തുറന്നാലും പാടിക്കൊണ്ടിരിക്കുക, ഇതിനൊരു നിയമമൊക്കെ ഇല്ലേ എന്ന് വെച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിൽ അച്ഛൻ പെട്ടെന്ന് എന്താണെന്നറിയാതെ ആരോ അങ്ങനെ തട്ടി വിളിച്ച് അച്ഛനെ അടുത്തു നിന്നിരുന്ന നമ്പൂതിരിപ്പാട് ദേഷ്യപ്പെടുന്നു. അപ്പം ആ പൂജാരിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവിടെ ഒരു കലാകാരന് കിട്ടുന്നതിൽ ഈഗോ വരികയാണ്. അപ്പോൾ അദ്ദേഹം ഈശ്വര നാരായണ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഭഗവാനെ ക്ഷമിക്കണേ തിരുമേനി എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ഇടയ്ക്ക് തോളെടുത്തിട്ട് ആൾക്കാരുടെ തിക്കിത്തിരക്കിൽ ഈ കാലിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച പൈസ മൂപ്പര് കണ്ടു. അതൊക്കെ കൂടി വാരിയിട്ട് നടക്കിലേക്ക് വെച്ചിട്ട് മൂപ്പര് തിരുമേനിക്ക് അത് കിട്ടാത്തതുകൊണ്ട് ഇനി സങ്കടം വേണ്ട വെച്ചിട്ട് മൂപ്പര്
വിഷമിച്ച് ഇടയ്ക്കും പൊക്കി പിടിച്ചിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് നടന്നു പോകുന്ന ഒരു രംഗം ഞാൻ നോക്കി നിൽക്കുകയാണ്. ഞാൻ വെറുതെ ഒരു സഹായിയായിട്ട് പോണതാണ്. എൻ്റെ അച്ഛൻ 61 വയസ്സ് കഴിഞ്ഞിട്ട് ജനിച്ച മകനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഞാൻ 7 വയസ്സിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛന് എത്ര വയസ്സുണ്ടാവുന്നറിയാം? 68 വയസ്സാണ്. അപ്പോൾ അത്രയും വൃദ്ധനായൊരു അച്ഛനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ശരീരത്തിന് വല്ല പ്രശ്നങ്ങളും വരെ ക്ഷീണം വരെ വല്ലതും ചെയ്താൽ വീട്ടിലറിയിക്കേണ്ട ആൾ വേണമല്ലോ. അന്ന് മൊബൈലൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് എന്നെ കൂടെ പറഞ്ഞയക്കുന്നത് അമ്മ. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ദയനീയ രംഗം കണ്ടിട്ടുണ്ട് ഞാൻ. അന്ന് മനസ്സ് കലങ്ങിയതാണ്. ഈ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന കലയ്ക്കും ഈ മനുഷ്യനും നിലയും വിലയും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ അറിയില്ല, അദ്ദേഹത്തിന് ഒരു പ്രൊഫൈൽ അവതരിപ്പിക്കാൻ അറിയില്ല, ഒരു ബയോഡാറ്റ അയച്ചു കൊടുത്തിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് ആദ്യമേ പറയാനറിയില്ല. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് ഇതിന് നിലയും വിലയും ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെയാണ് സോപാന സംഗീതത്തിന് നിലയും വിലയും ഉണ്ടാക്കാൻ പിന്നീട് ഞാനും അച്ഛൻ്റെ അതേ പാതയിൽ, അച്ഛൻ അന്ന് പാടിക്കൊണ്ടിരുന്ന ഭഗവതിയുടെ സ്തുതികളും ദേവീദേവ ഗീതങ്ങളും കഷ്ടിച്ച് വള്ളത്തോളിൻ്റെ കവിത പോലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് പുറത്തുപോയി പാടിയിട്ടുള്ളത്. ഞാനത് കടന്ന് പുല്ലിനെയും പുഴയെയും മണ്ണിനെയും മരത്തെയും കുറിച്ചൊക്കെ പാട്ട് എഴുതി ഉണ്ടാക്കി പാടാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കകൊട്ടി പാടുക എന്ന കലാരൂപം ഹരിഗോവിന്ദ ഗീതം എന്ന് പേരിട്ടിട്ടാണ് ഞാൻ പുറത്ത് പാടുന്നത്. കാരണം ക്ഷേത്രത്തിന് പുറത്ത് സോപാനത്തിലല്ലാതെ പാടുന്ന യൂട്യൂബ് പാട്ടുകാരൊക്കെ അവരുടെ പാട്ടിനെ ഇപ്പോൾ പറയുന്നത് സോപാന സംഗീതം എന്നാണ്. അത് സോപാന സംഗീതമല്ല. സോപാന സംഗീതം കേൾക്കണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രനടയിൽ തന്നെ ആചാരപ്രകാരമുള്ള രാഗങ്ങളിൽ ആചാരപ്രകാരമുള്ള കൂറുകൾ ഇടയ്ക്കയിൽ കൊട്ടി ആ പൂജാ സമയത്ത് പാടുന്ന പാട്ട് മാത്രമേ സോപാന സംഗീതമാവുള്ളൂ. സോപാനത്തിൽ നിന്ന് പാടുക, ക്ഷേത്രത്തിലേക്ക് കയറുന്ന പടവുകളുടെ പേരാണ് സോപാനം. അതിന് പരിസരത്ത് നിന്ന് പാടുമ്പോഴാണ് സോപാന സംഗീതമാവുക. മറ്റതൊക്കെ കൊട്ടിപ്പാടി സേവ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ എൻ്റെ പാട്ട് ആചാരബദ്ധമായ ഒരു സംഗീതമല്ല എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും ഒരു പുരാതന സംഗീതത്തിൻ്റെ സ്വാഭാവികതയെ എൻ്റെ പാട്ട് കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ പാട്ടിനെ ഹരിഗോവിന്ദ ഗീതം എന്നാണ് വിളിക്കുക. അപ്പോൾ ഹരിഗോവിന്ദ ഗീതം എന്നൊരു കലാവതരണ രീതി ആവിഷ്കരിച്ചു. അതിൽ മിഴാവും ഇടയ്ക്കയും ചേർത്ത് പാടാൻ തുടങ്ങി. അതിനകത്ത് എനിക്കിഷ്ടമുള്ള സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ വന്ദേമാതരം, ദൈവദശകം, റമളാൻ ഗീതം തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ ഞാൻ കൂട്ടിച്ചേർത്തു. എൻ്റേതായിട്ടുള്ള കുറേ കൃതികൾ ഞാൻ തന്നെ എഴുതിയുണ്ടാക്കി പാടാൻ തുടങ്ങി. അതെല്ലാം ചെയ്ത ഈ സോപാന സംഗീതം പാടി നടക്കുമ്പോൾ മറ്റുള്ള വേദികളിലേക്കും എന്നെ വിളിക്കാൻ തുടങ്ങി. രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ലാത്ത വ്യത്യാസമില്ലാതെ എന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അവിടെ അവരുടെ ചടങ്ങുകളിൽ ഞാൻ ഈ ഇടയ്ക്ക കൊട്ടി പാടിക്കൊണ്ട് അവരുടെ അരങ്ങുണർത്തുക, പ്രാർത്ഥനയ്ക്ക് പകരം അരങ്ങുണർത്തുക എന്നൊരു സംഭവം സാഹിത്യ അക്കാദമിയിലും മറ്റ് വേദികളിലും വന്നു തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റ് അമ്പലത്തണയിൽ മാത്രം ആചാരബദ്ധമായി പാടിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം മനസ്സിലാക്കി, ഇവൻ മാത്രം ആളാവുകയാണല്ലോ, നമുക്കും ഇങ്ങനെ പുറത്തൊക്കെ പാടിയാൽ ആളാവാലോ, അല്ലെങ്കിൽ ഈ സംഗീതത്തിൽ വന്നാൽ ശ്രദ്ധ കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി അവരും ഈ സംഗീതത്തിലേക്ക് കൂടുതൽ സമയവും ശ്രദ്ധയും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കെല്ലാം സോപാന സംഗീതം കൊണ്ട് നിലയും വിലയും ഉണ്ടായി. അത് നിലയും വിലയും ഉണ്ടാക്കാൻ പണിയെടുത്ത ആൾ ഞാനാണ്. അത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇന്ന് 2 മുസ്ലിം യുവാക്കളെ ഇടയ്ക്കോട്ടി പാടുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ പാതിരി ഇടയ്ക്കോട്ടി പാടുന്നുണ്ട്, 15 സ്ത്രീകൾ ഇടയ്ക്കോട്ടി പാടുന്നുണ്ട്, 300ഓളം പാട്ടുകാർ സ്വന്തമായിട്ട് ഇടയ്ക്കോട്ടി പാടാൻ പ്രാപ്തിയുള്ളവരുണ്ട്. ഇപ്പോൾ കർണാടക സംഗീതത്തിലോ മറ്റ് പാട്ടുരൂപങ്ങളിലോ നിലനിൽക്കാൻ കഴിയാത്ത ആളുകളൊക്കെ കഥകളി പദം പഠിച്ചവരൊക്കെ വന്നിട്ട് ഇടയ്ക്കോട്ടി പാടുന്നവരായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നാൽ ശ്രദ്ധ കിട്ടുന്നു മനസ്സിലായി. പണ്ട് സിനിമയിൽ പോയാൽ ശ്രദ്ധ കിട്ടുന്നുള്ളതുകൊണ്ട് എന്ത് വില കൊടുത്തു സിനിമയിലേക്ക് പോയിരുന്നല്ലോ. അതുപോലെ സോപാന സംഗീതത്തിലേക്ക് വന്നാൽ ഒരു നിലയും വിലയും ഗ്ലാമറും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കി എന്നുള്ളതാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ. എനിക്ക് ഹരിയേട്ടനെ അറിയാവുന്ന ഒരു കാലം മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 26 വർഷം 27 വർഷങ്ങൾക്കൊക്കെ മുന്നേ തൊട്ട് ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും പല രീതിയിലുള്ള വിവാദങ്ങൾ, ഈ പറയുന്ന ഞരളത്ത് പുരസ്കാരം അല്ലെങ്കിൽ ഞരളത്ത് സംഗീതോത്സവ വേദിയിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിലേക്ക് ചേരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങളുടെ കൂടെയായിരുന്നു ഹരിയേട്ടൻ്റെ ഒരു യാത്ര. എന്താണ് അതിനെക്കുറിച്ച്? വാസ്തവത്തിൽ ഞാൻ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഒന്നും പറയുന്നത്. ഇപ്പോൾ ഞരളത്ത് രാമപൊതുവാളുടെ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി 12 വർഷം അച്ഛൻ്റെ മരണശേഷം LDF UDF സർക്കാരുകൾ വാഗ്ദാനം തന്ന് പറ്റിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്വന്തം സഹോദരങ്ങളോട് ഞാൻ പലതവണ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ വീട്ടിലൊരു സ്മാരകം ഉണ്ടാക്കണമെന്ന്. അവർക്കും അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്കും അതിനുവേണ്ടി സ്ഥലം മാറ്റി വയ്ക്കാനോ പണം ചെലവഴിക്കാനോ സാധിച്ചില്ല. ഒടുവിൽ അവസാനവട്ട എൻ്റെ കുടുംബത്തിലെ ചർച്ച അവസാനവട്ടവും പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ ഇനിയിപ്പോൾ അച്ഛൻ്റെ ഒരു സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ അതിന് പണം വേണം, ഭൂമി മേടിക്കണം, കെട്ടിടം ഉണ്ടാക്കണം. അങ്ങനെ പണം കണ്ടെത്താനായിട്ട് ഞരളത്തിനാകുമ്പോഴുടെ ഇടയ്ക്ക് ലേലം ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് അവൻ അച്ഛൻ്റെ ഇടയ്ക്ക വിറ്റ് തിന്നാണ് എന്നൊരൊറ്റയടിക്ക് പറഞ്ഞു. അഴീക്കോട് മാഷൊക്കെ ഇടപെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് പ്രതീകാത്മകമായൊരു പ്രതിഷേധമാണ് പറയുന്നത്. ഇടയ്ക്ക ലേലം ചെയ്തിട്ടില്ല. ഇപ്പോഴും അച്ഛൻ്റെ ഇടയ്ക്ക പ്രതിഷ്ഠിച്ച ക്ഷേത്രം അങ്ങാടിപ്പുറത്ത് കലാശ്രമത്തിലുണ്ട്.
അത് ഇതിനെ പവിത്രമായ സംഗീതമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും അവിടെ ഇവിടെ ഇരുന്നിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന എന്താ പറയുക വങ്കന്മാരാരും ഇന്ന് വരെ അത് വന്ന് കാണാൻ പോലും സമയം ചിലവഴിച്ചിട്ടില്ല. അതാണ് എൻ്റെ തമാശ. എന്നിട്ട് പറയണം ഹരിഗോവിന്ദനെ ഇടയ്ക്ക് വിറ്റ് നിന്നു എന്ന് പറയുകയാണ്. അതെങ്ങനെ എനിക്ക് സാധിക്കും? എൻ്റെ വീട്ടിൽ വേറെ 7-6 മക്കളില്ലേ? എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നില്ലേ? അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നതിൻ്റെ പൊളിറ്റിക്സോ പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങളോ ഞാൻ എൻ്റെ അച്ഛൻ അലഞ്ഞു തിരിഞ്ഞിരുന്നത് പോലെ ഒരു കീറി മുഷിഞ്ഞ വേഷവും കഷ്ടപ്പാട് ദാരിദ്ര്യമായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഇവർക്കൊക്കെ സന്തോഷമാണ്. ഞാനിത്തിരി വിദ്യാഭ്യാസം നേടി അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി, നമ്മളെ ചൂഷണം ചെയ്യുന്നവരെയും നമ്മളെ എന്താ പറയുക വിലയില്ലാതെ പെരുമാറുന്നവരോടും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കുണ്ടാകുന്ന അസൂയയും ഭയവും അവർ കാണിക്കുന്നത് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ്. ഇപ്പം ഞാനിതാ ഇത്രയും കട്ടിയുള്ള കണ്ണടയാണ് ഉപയോഗിക്കുന്നത്. ഇത് -19 ആണ് ഇതിൻ്റെ പവർ. -19 എന്ന് പറഞ്ഞാൽ സോഡ ഗ്ലാസ്സാണ്. ഈ കണ്ണടയാണ് ഞാൻ 8ാം ക്ലാസ് മുതൽ വെക്കണതാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കറിയാം. ഈ കണ്ണട ഊരിയിട്ട് ഞാനിത് പാടുമ്പോൾ ഇത് വെക്കാറില്ല. കുറേ കാലം ഞാൻ ലെൻസ് വെച്ചിരുന്നു. എനിക്ക് പാടുമ്പോൾ ആരും കാണേണ്ടതില്ല. എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പിൽ വയ്ക്കുന്ന ആരും കാണേണ്ടതില്ല. അപ്പോൾ ഇത് ഊരി എനിക്കൊന്നും കാണില്ല. ഇപ്പോൾ എനിക്ക് സന്ദീപിൻ്റെ മുഖം വളരെ എന്താ പറയുക മങ്ങലോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ സന്ധ്യാസമയത്ത് അമ്പലങ്ങളിൽ ഇതില്ലാണ്ട് ഞാൻ പാടാൻ കയറുമ്പോൾ ഞാൻ ഇത്തിരി തപ്പി തടഞ്ഞിട്ടാണ് കയറുക. അപ്പോൾ ഞാൻ എന്താ പറയുക വ്യവസ്ഥാപിത ശൈലികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നെ ഇകഴ്ത്താൻ വേണ്ടി അവർ പ്രചരിപ്പിച്ചത് ഇവൻ ഭയങ്കര കള്ളുടിയനാണെന്നാണ്. ഇത് പറയുന്നവർ കള്ളുടിയന്മാരാണ്. ഞാൻ കള്ളുടിക്കുന്നതും പെണ്ണുടിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സംഗതി എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കള്ളുടിയാനാണെന്ന് അംഗീകരിക്കാത്തത്. ഞാൻ കള്ളുടിക്കാറില്ല. അപ്പം എനിക്ക് ജന്മന ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ കള്ളുടിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ വേടൻ കഞ്ചാവടിക്കുക കള്ളുടിക്കുക ചെയ്ത് അവിടെ വലിയ പ്രശ്നമാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയോ അല്ലെങ്കിൽ തൃത്താല കേശവപുതോളോ കള്ളുടിച്ചവർക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ വേടൻ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം, അല്ലാണ്ട് കള്ളുകൂടിയല്ല അവരുടെ പ്രശ്നം. അപ്പം നിങ്ങൾ പ്രതികരിക്കുന്ന ശൈലിയോ അല്ലെങ്കിൽ വിഷയമോ അവർക്ക് ഭയം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവർ ആ വ്യക്തിയെ ആശയം കൊണ്ടല്ല നേരിടുക. ഒന്നുകിൽ തല്ലിക്കൊല്ലും, അതല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണത്. എന്നെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജന്മനാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ MA ബേബി സാംസ്കാരിക മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അവരൊന്നും ചെയ്തില്ല എന്ന് പ്രതിഷേധിച്ചതിന് ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എന്നെ ഒരുപാട് തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. സൈബർ ഇടങ്ങളിൽ വരെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് ദ്രോഹിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പാർട്ടിക്കാരനും വന്നിട്ടില്ല. ഞാൻ ആരോടും യാചിക്കില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു സംഘടനയിലും ഇല്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഷൊർണൂരിലേക്ക് താമസം മാറി. അതിനൊക്കെ മറികടന്ന് വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഷൊർണൂരിൽ തുടർന്നു. ബോംബെയിൽ പോയി പാട്ടോളങ്ങൾ നടത്തി. അങ്ങനെ കേരളത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതം മാത്രമല്ല, ക്ഷേത്ര സംഗീതം മാത്രമല്ല, ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട്, പുള്ളംപാട്ട്, മാപ്പിളപ്പാട്ട്, കളമെഴുത്തുപാട്ട് തുടങ്ങിയ സംഗീതമൊക്കെ ചേരുന്നതാണ് കേരള സംഗീതം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ലേഖനം എഴുതല്ല ചെയ്തത്. അതിൻ്റെ ഫെസ്റ്റിവലുകൾ നടത്തിയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തി. അവിടെ നഞ്ചിയമ്മയെ കൊണ്ടുവന്ന് പാടിച്ചിട്ടുണ്ട്. നഞ്ചിയമ്മ ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അവിടെ അതുൽ നറുകര വന്ന് പാടിയിട്ടുണ്ട്. അവരൊന്നും അന്ന് സിനിമയിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഇവരുടെ പാട്ടുകളും അറിയാനും കേൾക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ കേരളത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഞാൻ മാറ്റി എഴുതി. അപ്പോൾ എന്തായി? അപ്പോൾ സോപാനക്കാർക്ക് മാത്രമായിട്ടൊരു ബഹുമാനം കിട്ടില്ല, അല്ലെങ്കിൽ അമ്പലത്തിലെ കലാകാരന്മാർക്ക് മാത്രമായിട്ടൊരു ബഹുമാനം കിട്ടില്ല. ഇന്നും ഇപ്പോൾ കലാമണ്ഡലം ഗോപിയും സുരേഷ് ഗോപിയും കൂടെ ചെറുതുരുത്തി അങ്ങാടിയിൽ വന്ന് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആരുടെ കൂടെ സെൽഫി എടുക്കുക നാട്ടുകാർ? കലാമണ്ഡലം ഗോപിയാശൻ മോശപ്പെട്ട കലാകാരനല്ല, പക്ഷെ അവർ ജനകീയരല്ല. അവർക്ക് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലൊരു ജീവിതമില്ല. അവർ എന്താ കഥകളി അവതരിപ്പിക്കാൻ പോണു. കലാമണ്ഡലം ഗോപിയാശൻ എത്രയോ മദ്യപിച്ചിട്ട് എന്താ പറയുക അരങ്ങളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതാർക്കും പ്രശ്നമല്ല. നേരെ വെച്ച് വേടൻ ഒരു നേരം കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അത് ജാതീയമായിട്ടുള്ള അവരുടെ വെറുപ്പ് കാണിക്കാൻ അവരുപയോഗിക്കുന്നതാണ്. മോശമാണെങ്കിൽ രണ്ടും മോശമല്ലേ? അത്തരത്തിൽ എന്നെ അവഹേളിക്കുക, എന്നെ ഭയം കൊണ്ട് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ വരെ തിരുമാന്താവുന്ന ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എൻ്റെ വീട്ടിൽ ഫോണില്ലാത്തതുകൊണ്ട് അച്ഛൻ മരിച്ച കാലത്ത് എന്നെ അന്വേഷിച്ച് ധാരാളം ഫോൺ വരും എനിക്ക് പരിപാടിക്ക് വേണ്ടിയിട്ട്. അയാളൊന്നും വിളിക്കണ്ട കേട്ടോ, അയാൾ ഭയങ്കര മോശമാണ്, അയാൾ ഭയങ്കര വഴക്കാണ്, അയാൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ തളർത്തുക. ഇത് മിക്കവാറും എല്ലാ കലാകാരന്മാരോടും സ്വന്തം നാട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ BJPക്കാരനോ ആരും ഭേദമില്ലാതെ ഇതിൽ പങ്കെടുത്തു. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരുത്തനുണ്ടാക്കുക ദുഷ്പ്രവാദം പരത്തുവാൻ ആളുകളേറെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരുപാട് സഹനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തകരാതെ, കുടുംബ ബന്ധങ്ങളൊന്നും നഷ്ടപ്പെടാതെ, ഒറ്റയ്ക്ക് നിന്ന് ഒരു മനുഷ്യൻ്റെ അടുത്തും പണം പിരിക്കാതെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും ആളുകൾ ഞാൻ കൊണ്ടുവന്ന 20-20 വർഷം കൊണ്ട് ഈ കലാരൂപത്തിനുണ്ടാക്കി കൊണ്ടുവന്ന മാനവിക മുഖം 45-ാം വയസ്സിൽ ഞാൻ പൊതുവേദികൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 2-3 മാസം ഞാൻ മാറി നിൽക്കുമ്പോഴേക്കും തന്നെ ഞാനുണ്ടാക്കിയ ഈ സാധനത്തിലൂടെ വളർന്നു വരുന്ന സോപാനക്കാർ മുഴുവൻ വീണ്ടും ഈ പാട്ടിനെ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇത് അമ്പലനടയിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണ്. അന്ന് എന്നെ പുച്ഛിക്കും പരിഹസിക്കും ചെയ്തിരുന്ന ആളുകൾ മുഴുവൻ, ഞാൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ യൂട്യൂബിൽ മാത്രമേ പാടുന്നുള്ളൂ.
അവർക്ക് യൂട്യൂബ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ യൂട്യൂബ് ഇല്ലാത്ത കാലത്ത് പാടി തുടങ്ങിയതാണ്. യൂട്യൂബ് ഇല്ലാണ്ടായാലും ഞാൻ നിലനിൽക്കും. മനസ്സിലായില്ലേ? അപ്പം എന്നെ സന്ദീപ് കാണുന്ന യൂട്യൂബിലല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ രാഷ്ട്രീയ സമീപനങ്ങൾ കലാകാരൻ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കലാകാരൻ പാട്ടുപാടിയാൽ മാത്രം മതി. എന്നോട് പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഷൊർണൂരുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, ഹരി നീ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, നീ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, നീ വേറൊന്നിലേക്കും പോകണ്ട, നീ പ്രസംഗിക്കാനോ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ രാഷ്ട്രീയത്തിനോ ഒന്നും പോകണ്ട. കാരണം അവർക്ക് അവിടെ സ്പേസ് ഇല്ലാണ്ടാവുമല്ലോ. ഒരു എതിരാളി കൂടി വരില്ലേ അവർക്ക്, അല്ലെങ്കിൽ ഒരാളോടും കൂടി ഒരു മത്സരിക്കേണ്ടത്, ഒരേ പക്ഷിയാണെങ്കിൽ പോലും. അത്തരത്തിൽ നമ്മളിതൊക്കെ എന്നോട് സാറാ ജോസഫ് ഒരിക്കൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ. കാരണം അവർക്കൊക്കെ നമ്മൾ അവരുടെ ശിഷ്യരാണ് കോളേജ് പഠിക്കുമ്പോൾ. അപ്പോൾ അവരെക്കാൾ നന്നായി വരിക എന്ന് പറയുന്നതോ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നതോ പ്രതികരിക്കുക എന്ന് പറയുന്നതോ അവർക്ക് ഇഷ്ടമല്ല. ഒരു ദയവും ഇല്ലാണ്ട് അവർ നമ്മളെ ദ്രോഹിച്ച് കളയും, അല്ലെങ്കിൽ ഇകഴ്ത്തി കളയും, പരസ്യമായിട്ട് അപമാനിക്കാൻ ശ്രമിക്കും കിട്ടിയ അവസരത്തിൽ. കാരണം അവർക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ സമൂഹത്തിൽ അത്തരം ആളുകൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഞാൻ വിവാദത്തിൽ വരുന്നത്. അപ്പം ഞാൻ കൊണ്ടുവന്ന ഈ സാമൂഹ്യ കലയിലെ നവോത്ഥാന പ്രവർത്തനങ്ങളെ മുഴുവൻ തിരിച്ചടിക്കുന്ന രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, BJP-കാരനാവട്ടെ, പുരോഗമന നാട്യക്കാരാവട്ടെ, ഇത് വീണ്ടും ഇത്തരത്തിലുള്ള വർഗീയ രീതിയിലേക്ക് സമൂഹം പോകുമ്പോൾ മിണ്ടാണ്ടിരിക്കുകയാണ്. കുംഭമേള നടക്കുമ്പോൾ എന്തെല്ലാം മോശപ്പെട്ട പരാമർശങ്ങളുണ്ടായി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിച്ചോ? ഒരു വാക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു? വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്നിട്ട് എന്തെല്ലാം തോന്നിവാസം പറഞ്ഞു? പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞു? അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു നിലയ്ക്കും ചേർന്ന് പോകാൻ കഴിയുന്നില്ല ഇവരോടൊന്നും. അപ്പോഴാണ് ഞാൻ മുസ്ലിം ലീഗിൽ ചേരുള്ളൂ എന്ന് പണ്ടേ തീരുമാനിക്കാൻ കാരണം, ഞാൻ ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ന്യൂസിൻ്റെ റിപ്പോർട്ടറായിരുന്നു കുറേ കാലം മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ. അന്ന് ഞാൻ ഈ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും ഒരുപാട് അടുത്തറിഞ്ഞിട്ടുണ്ട്. മറ്റു പാർട്ടികളായിട്ട് അടുത്തറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവരായിട്ട് അടുത്തറിയുകയുണ്ട്. അല്ലെങ്കിൽ ഞാനും ഇവരെ തെറ്റിദ്ധരിച്ചതിന് അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ചേരുകയാണെങ്കിൽ ലീഗിലേ ചേരുള്ളൂ. കാരണം അവർ വാക്കിൽ മാത്രമല്ല മതേതരത്വം മാനവികതയും അവർക്ക് പ്രവൃത്തിയിലുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന MK മുനീർ സാഹിബിൻ്റെ ഒരു കടബാധ്യതയുടെ വിഷയം ഒരൊറ്റ രാത്രി കൊണ്ട് അവർ തീർത്തത്. ഒരു രാത്രി വെളുത്ത് പകലായപ്പോഴേക്ക് പ്രശ്നം തീർത്തു. അവർ പിരിവെടുക്കാനോ പോസ്റ്റർ അടിക്കാനോ നാട്ടുകാരെ മുഴുവനോ സംഭാവന പിരിക്കാനൊന്നും പോയില്ല. നേരെ വെച്ചൊരു CPM-മാരാണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം തന്നെ റോട്ടൊക്കത്തൊരു ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരിക്കും, ഇന്നയാളുടെ ധനസഹായ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. അവർ അപമാനിച്ചിട്ടേ കൊടുക്കുള്ളൂ. അവർ PR വർക്കാണ്. BJP-ക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംവിധാനമേ വളരെ കുറവാണ്. ഞാൻ ഇവരോടൊക്കെ ചേർന്ന് പോകാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല ഇന്ന് വരെയും. ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അധികം പാർട്ടികളുണ്ടല്ലോ. ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു, ഈ അനുഭവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവത്തിൽ നിന്നാണോ മുസ്ലിം ലീഗാണ് കുറച്ച് ബെറ്റർ? ഞാൻ എൻ്റെ ഞരളത്ത് കലാശ്രമത്തിൻ്റെ വിഷയം മറ്റ് പലരും അവഗണിച്ച് കിടക്കുന്ന സമയത്ത് ഈ വിഷയം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്ന സമയത്ത് ഞരളത്ത് കലാശ്രമത്തിന് ആദ്യമായിട്ടൊരു സംഭാവന തന്ന ഒരേ ഒരു സംഘടന മുസ്ലിം ലീഗാണ്. മുസ്ലിം മങ്കട മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഉമ്മർ അറക്കലാണ് 10,000 രൂപ അന്ന് കൊണ്ടുതന്നത്. 12 വർഷം ആവാറായി. ആ പരിപാടിക്ക് MLA ശശിയെ വിളിച്ചിട്ട് വരണോ വേണ്ടേ സംശയിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ നല്ല ആൾക്കൂട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് മൂപ്പര് എത്തിയത്. ഇന്നിപ്പോൾ മൂപ്പര് MLA ഇല്ല. അന്ന് ഞാൻ പറഞ്ഞു അവരോട്, MLA എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം 5 കൊല്ലം ഉണ്ടാവുള്ളൂ കേട്ടോ. കലാകാരൻ മരിക്കണവരെ കലാകാരനാണ്. അതുകൊണ്ട് കലാകാരനോട് വെറുതെ മത്സരിക്കരുത്, നിങ്ങൾ വലിയ ആൾക്കാരാണ്. ഇന്നിപ്പോൾ അതിലുണ്ടോ? അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഇവർ പ്രതിഷേധിക്കുന്നവരോടൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും. ഇപ്പോൾ കുമ്മനം രാജേട്ടൻ എന്നെ കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ എൻ്റെ വീടിനടുത്തുള്ള BJP-കാർ വന്നിട്ടില്ല. എന്താ വിഷയം ഹരിഗോവിന്ദ, നമുക്കൊന്ന് ചർച്ച ചെയ്യാലോ, അച്ഛൻ്റെ സ്മാരകത്തിന് താൻ ഇടയ്ക്ക വിൽക്കാൻ പോകുന്നെന്ന് കേട്ടു, നമുക്കൊന്ന് ചർച്ച ചെയ്യാലോ. അതിൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന ശ്രീകോവിലിൽ ഇടയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻറ്റോ എന്തോ ആയിരുന്ന കദമ്പൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിച്ചിട്ട് അയാൾ പരിപാടിക്കേ വന്നില്ല എന്ന് മാത്രമല്ല വരില്ല എന്ന് അറിയിച്ചതുമില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഈ തിരക്കിനിടയിൽ ഉദ്ഘാടനം നടക്കുന്ന തിരക്കിനിടയിൽ സാറ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പനിയായിട്ട് കിടക്കുകയാണെന്ന്. എന്നിട്ട് പറയുകയാണ് അവരെ വിളിച്ചില്ല, സമദാനീനെ മാത്രമേ വിളിച്ചുള്ളൂ. അവർ വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ ഓരോ അവസരം നഷ്ടപ്പെടുത്തി. അവർ പൂന്താനം ഇല്ല, അവരെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പറയണം പാർട്ടിക്കാർ കയ്യേറി. ഇവരെ കയ്യിൽ നിന്ന് പോയതാണ്. ഇവർക്ക് എന്താ പൂന്താനം ഇല്ല സംരക്ഷണം ഏറ്റെടുക്കായിരുന്നില്ലേ? തുഞ്ചപറമ്പിൻ്റെ സംരക്ഷണം ഇവിടുത്തെ സംഘപ്രവർത്തകർക്ക് ഏറ്റെടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ തുഞ്ചത്താചാര്യനെ പ്രതിമ വയ്ക്കാൻ നടക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനം. അപ്പോഴും ആ സംസ്കാരത്തിൻ്റെ അനുഗുണമായിട്ടുള്ള കലാസാഹിത്യ പ്രവർത്തനങ്ങളെ പിന്തുടരാനല്ല ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരായിട്ട് എങ്ങനെ ശ്രമിച്ചിട്ടും ഈ കലയും സാഹിത്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത സംഘപരിവാറിനോടോ ഇതൊക്കെ മനസ്സിലാവുകയും അവരടിമയായി നിൽക്കുമ്പോൾ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ചേർന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് വലിയ സാംസ്കാരിക പ്രവർത്തകരെന്നുള്ളൊരു സംഘടനയല്ല. പക്ഷേ പ്രവർത്തിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു സംഘടനയാണ്. ഇന്നിപ്പോൾ തങ്ങളെന്നോട് പറഞ്ഞു, ഞാൻ എന്താണ് അനുസരിച്ച് പോവേണ്ട വല്ലതുണ്ടെങ്കിൽ എന്നോട് പറയണം. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടർന്നു പോവുക, ലീഗ് ഇത് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു.
അല്ലാണ്ട് നിങ്ങളുടെ ഒരു ഇടപാടും ലീഗ് നടത്താൻ ഉദ്ദേശിക്കുന്നവരാണ്. അങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള, ധൈര്യസമേതം ഹരിഗോവിന്ദനെ പോലെ ഒരാളെ സ്വീകരിക്കാൻ ചങ്കൂറ്റമുള്ളൊരു പാർട്ടി ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. മാത്രമല്ല, മാതൃകാപരമായി എന്നെപ്പോലൊരാൾ മുസ്ലിം എന്ന പേരിൽ ആരംഭിക്കുന്ന ഒരു സംഘടനയിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. അത് മുസ്ലിമിൻ്റേത് മാത്രമല്ല എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതാണ് നിങ്ങളിപ്പോൾ പേരിൽ മുസ്ലിം ലീഗ് ഉണ്ട്. ടൈഗർ ബിസ്ക്കറ്റാണ്, അതിൻ്റെ ഉള്ളിൽ ടൈഗർ ഉണ്ടോ ബിസ്ക്കറ്റിൽ? അവരുണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. അവരുടെ ഒരു പ്രത്യേകത, അവർ മുസ്ലിം എന്ന് പറയുകയും ഇസ്ലാമിൻ്റെ ചര്യകളോടുകൂടി ജീവിക്കുകയും ഇസ്ലാമും മുസ്ലിം ലീഗും മുമ്പോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നു. എന്നാൽ മതേതരത്വം എന്ന് പറയുകയും എന്താ പറയുക, ജാതിപ്പേരോ മതപ്പേരോ ഒന്നും വെക്കാണ്ട് CPIM എന്ന് പറയുകയും വെള്ളാപ്പള്ളിയെ പോലെ വർഗീയതയും ജാതീയതയും പറയുന്ന ആളുകളെ പ്രതിരോധിക്കാതെ സ്വതന്ത്രമായി ഇളക്കി വിടുകയും ചെയ്യുന്നു. പ്രതിഷേധിക്കാതെ വിടുകയും ചെയ്യുന്ന ആളുകളെക്കാൾ നല്ലതല്ലേ? നിങ്ങൾക്ക് എന്താ പറയുക, അത്തരം ആളുകളെ വിശ്വസിക്കുക. അവരെന്താണോ പറയുന്നത് അതിനെയാണ് പ്രവർത്തിക്കുന്നത്. അവർ മറ്റൊന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നില്ല. CPM മതേതരം പറയുന്നു, എന്നിട്ട് ഇത് ചെയ്യുന്നു. മതം ജാതി നോക്കി കളിക്കുന്നു. ശബരിമലയിൽ പോയിട്ട് തോന്നിയാസം കാണിച്ചത് ലീഗ് ചെയ്യില്ല. അവിടെ വനിതാ മതിലുണ്ടാക്കാൻ പോയ ആളുകളുടെ കൂട്ടത്തിൽ ലീഗ് പ്രവർത്തകരില്ല. മനസ്സിലായില്ലേ? മുസ്ലിം സ്ത്രീകൾ വരെ പോയി നിന്നിട്ടുണ്ട്. അതിൽ ലീഗ് പ്രവർത്തകരില്ല, ലീഗിൻ്റെ അനുഭാവികളില്ല. ലീഗുകാരത് ചെയ്യില്ല. ലീഗുകാരിപ്പോൾ പ്രതിഭയുടെ വിഷയത്തിൽ ലീഗുകാർ ഇർഷാദിനെ ഒറ്റ ദിവസം കൊണ്ട് സസ്പെൻഡ് ചെയ്തു. മറ്റവരെ എത്ര ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഈ പ്രതിഭ തന്നെ ഇപ്പം കരയുന്നുണ്ടല്ലോ. ഈ സ്ത്രീ എപ്പോഴെങ്കിലും രമ്യ ഹരിദാസിനെതിരെ വിജയരാഘവൻ മോശപ്പെട്ട പരാമർശം നടത്തിയ സമയത്ത് മിണ്ടിയിട്ടില്ല. അവർ അന്ന് സ്ത്രീ ആയിരുന്നില്ലേ? ഇപ്പം അവനവൻ്റെ വീട്ടിൽ പണി കിട്ടുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത്. അതുതന്നെയാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. ഇപ്പോൾ വളരെ ദീർഘമായി മോഹൻലാൽ നടത്തുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് പിണറായി വിജയൻ്റെ. അപ്പോൾ പിണറായി വിജയനോട് ചോദിക്കുന്നത് അങ്ങയുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മക്കളാണെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചോളൂ ജനങ്ങളാണ് എൻ്റെ വീക്ക്നെസ് പറയുന്നത് വിചാരിച്ചു. നിങ്ങൾ ആ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചു നോക്കൂ. മക്കളാണെന്നാണ് പറയുന്നത്. ആ PR വർക്കിൻ്റെ ഭാഗമായിട്ട് വന്ന ഇൻ്റർവ്യൂ ആണ്. മക്കളാണെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ മകൾ വീണ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, അല്ല ഇങ്ങനെ കോടികളുടെ സമ്പാദ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുകയാണ് വീണേനോട്. അപ്പോൾ വീണ പറയുകയാണ് ഒരു ഇൻ്റർവ്യൂവിൽ, അല്ല അങ്ങനെ കോടികളൊക്കെ ഉണ്ടായാൽ നന്നായിരുന്നു, ആഗ്രഹമുണ്ട് കോടികൾക്ക്, 100 കോടി 200 കോടിയൊക്കെ ഉണ്ടായാൽ നന്നായിരുന്നു, പക്ഷെ അതൊന്നും ഇല്ലയെന്ന്. അപ്പോഴും അവർ മുതലാളിത്തത്തിനെതിരെ പറഞ്ഞിട്ട് കോടീശ്വരി ആവണം എന്ന് തന്നെ ആഗ്രഹം. അപ്പോൾ ഇത്തരത്തിൽ ഇവരെത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള വേഷം കെട്ടുകൾ പുറത്തു വരും. അപ്പോൾ അങ്ങനെ മതേതരത്വം പറയുകയും മതവും ജാതിയും മാത്രം നോക്കിയിട്ട് കാൻഡിഡേറ്റ്സിനെ നിർത്തുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവരെല്ലാം. സത്യമല്ലേ? അപ്പോൾ അതിനേക്കാൾ നല്ലല്ലേ മതം പറഞ്ഞിട്ട് അഭിമാനത്തോടു കൂടി മതത്തിന് വേണ്ടി നിലകൊള്ളുകയും മതത്തിൻ്റെ മാനവികത പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സമയത്ത് അത് കാണിക്കുകയും ചെയ്യുന്ന അതിനേക്കാളും നല്ലതല്ലേ? ലീഗിൻ്റെ ബൈത്തുർ റഹ്മാൻ പദ്ധതിയിൽ 10,000-ഓളം വീടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേര് ഹിന്ദുക്കളുണ്ടെന്നറിയോ? നിലവിളക്ക് കൊളുത്തി ആ വീടിൻ്റെ ഗൃഹപ്രവേശം നടത്തുമ്പോൾ തങ്ങളും കൂട്ടരും നോക്കി അതിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ ചടങ്ങിന് കൂടെ നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ മുസ്ലിമിൻ്റെ മാത്രം എന്താ പറയുക പ്രോത്സാഹകരാണോ? അല്ല. പേര് കേൾക്കുമ്പോഴേക്കും വെറി വരികയാണ്. അപ്പോൾ അതേപോലെ തന്നെ അല്ലേ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ മറ്റൊരുക്കും വെറി വരില്ലേ? ചേട്ടാ എത്ര കിട്ടി? ചോദ്യം എൻ്റെ അല്ല, ഒരുപാട് വരുന്ന കമൻറ്റുകളാണ്. അതായത് ഇവിടെ പലരും പല സമീപനങ്ങൾ എടുക്കുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ഒരു കല്യാണം കഴിക്കുന്ന പോലെ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നോട് എത്ര പൈസ കിട്ടിയെന്ന് ചോദിക്കുന്ന കമൻറ്റ് എൻ്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്ന പോലെയാണ് എല്ലാവരും എന്നാണ് ഇവരുടെ വിചാരം. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുന്നു തീരുമാനിച്ചത് പോലും അതിന് വേണ്ടിയിട്ടാണ്. കാൻഡിഡേറ്റ് ആവാനുള്ള ഓഫർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കില്ലേ നിങ്ങൾ? എന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ട് ഇലക്ഷന് നിൽക്കണമെന്ന് ചോദിച്ച ഓഡിയോ എൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചുതരാം. ഞാൻ ചിരിച്ച് തള്ളുക ചെയ്തത്. അന്ന് എന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഞാൻ സംഘിയാണെന്ന് പറഞ്ഞു. സംഘികൾ പറയും, അല്ലെ സംഘപ്രവർത്തകർ പറയും ഞാൻ എന്താ പറയുക കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയും. ഞാനിതൊന്നുമല്ല. എന്നെ പാടാൻ വിളിച്ചിടത്തൊക്കെ പോയി എൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സന്യാസി സംഗമത്തിൽ പോകും, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചാലും പോകും. നിലപാടൊന്നാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ലീഗിൻ്റെ സ്നേഹക്കൂടിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗുകാർ ഒരു പരിപാടിക്ക് വിളിച്ചാൽ മര്യാദയ്ക്ക് ചായയും വെള്ളം തരും, മര്യാദയ്ക്ക് പെരുമാറും, വണ്ടി കയറ്റി വിടും, നല്ല എന്താ പറയുക മാന്യമായ ആ യാത്രാ ചെലവും പ്രതിഫലം കൃത്യമായി ചോദിക്കാണ്ട് തന്നെ തരും. നേരെ മറിച്ച് ഈ സനാതനധർമ്മം അല്ലെങ്കിൽ ക്ഷേത്രകലാ പ്രോത്സാഹകർ എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ഒരു ചായ കിട്ടുമോ എന്ന് ഞാൻ മിഞ്ഞാന്നും കൂടെ ഒരു മഞ്ചേരിയിലെ അമ്പലത്തിൽ പോയിട്ട് പരിപാടിക്ക് വിളിച്ചിട്ട് ഇത്തിരി ചൂടുവെള്ളം കിട്ടുമെന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു. ആ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ സമീപനത്തിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹിന്ദുക്കളും മോശക്കാരല്ല. പക്ഷേ മോശക്കാരിൽ കൂടുതലും എന്നോട് പെരുമാറിയിട്ടുള്ളത് ഹിന്ദുക്കളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ചോദിക്കുന്ന ഹരിയേട്ടൻ ഇർഷാദിൻ്റെ കാര്യം പറഞ്ഞു.
അത് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു. അതുപോലെ തന്നെയായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്നെ അങ്ങനെ ഇത് പറഞ്ഞ് പ്രസംഗവേദികളിൽ പോലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹരിയേട്ടൻ പറയുന്നത് അല്ല, അവർ പറയുന്നത് സമുദായമാണ് പ്രധാനപ്പെട്ട അവരുടെ പ്രയോറിറ്റി. കാരണം ആ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേറെ ആരാ ഇവിടെ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മത വിശ്വാസികൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകമായ അജണ്ട വല്ലതുണ്ടോ? ഇല്ലല്ലോ. അവരുടെ പൈസ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചാലൊന്ന് പേടിച്ചിട്ട് മാത്രമാണ് അവർ ന്യൂനപക്ഷ പ്രേമം കാണിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇവരുടെയൊക്കെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പൈസ അടക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെയാണ്. അവരുടെ കയ്യിലാണല്ലോ അവർ ഗൾഫിൽ പോയിട്ട് അവിടെ പോയിട്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉള്ളത്. ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞ് സത്യസന്ധമായിട്ട് ഇസ്ലാം വിശ്വാസികളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്നേഹമില്ല. അതിന് കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലകത്ത് ഇപ്പോൾ അവർ വിശ്വസിച്ചിരിക്കുന്ന കുറേ മുസ്ലിം എന്താ പറയുക മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അവർ പതുക്കെ ഇതിലേക്ക് തിരിച്ചു പോരും. ഇപ്പോൾ റഹ്മത്തുള്ള CPI ഉണ്ടായിരുന്ന റഹ്മത്തുള്ള എത്ര വർഷം മുമ്പാണ് തിരിച്ച് ലീഗിലേക്ക് വന്നത്? അന്ന് റഹ്മത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഞാൻ സൗദി അറേബ്യയിൽ എന്തൊരു ആവശ്യത്തിന് പോയി, ഹജ്ജിന് പോകാൻ പേടിയായിരുന്നു, ഞാൻ എന്നിട്ട് ഹജ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്, പാർട്ടിക്കാർ വിമർശിക്കുമെന്ന് പേടിയായിരുന്നു. ലീഗിലിരിക്കുമ്പോൾ നമുക്ക് ആ പേടി വേണ്ട. ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ എൻ്റെ രാവിലത്തെ ഗായത്രി ഉപാസനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചന്ദനക്കുറിയും മറ്റേ ഭസ്മത്തൊക്കെ തൊട്ടിട്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. അവരെൻ്റെ മതപരമായ ഒരു വിശ്വാസത്തിൽ ഇടപെടുന്നില്ല. എന്നോട് വേഷം എന്ത് മാറ്റണമെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലീഗുകാരൻ പറ്റും. പാലക്കാട് ജില്ലാ ലീഗിൻ്റെ മരക്കാർ മാരായമംഗലം കൂടെ ഉണ്ടായിരുന്നു, സലാം മാഷ് ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന്, KNA ഖാദർ സാർ ഉണ്ടായിരുന്നു. അവരാരും എൻ്റെ മതപരമായ വിശ്വാസങ്ങൾ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരേതെങ്കിലും നിലയ്ക്ക് ചില പ്രത്യേക പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഹിന്ദുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പറയുന്ന ആളുകൾ അതുപോലും ചെയ്യുന്നില്ലല്ലോ. ഹിന്ദുവിൻ്റെ ഒരു ലോണ് വന്നിട്ട് അമ്പലത്തിൽ കാശ് കൊണ്ടിട്ട് ആ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വീട്ടിലൊരു ലോണും കടബാധ്യത വന്ന അമ്പലത്തിന് പൈസ എടുത്ത് പരിഹരിക്കാൻ ഹിന്ദുവിന് സംവിധാനം ഉണ്ടോ? കുട്ടികളെ നാമജപം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ട് ഹിന്ദുക്കൾ അവർ വർഷങ്ങൾക്ക് മുമ്പേ മദ്രസ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് അതിന് ഹിന്ദുക്കൾ അസൂയപ്പെടുകയാണോ വേണ്ടത്? അവർ രാവിലെ നേരത്തെ കുട്ടികളെ എണീപ്പിച്ചിട്ട് മദ്രസയ്ക്ക് വിടും. രാവിലെ നേരത്തെ എണീറ്റാൽ തന്നെ ഒരു കുടുംബത്തിലും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. അതിൻ്റെ ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അതിന് ഇവർ അസൂയപ്പെടണോ? അവർക്ക് കുറേ കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് ഇവർക്ക് ഉണ്ടാക്കിക്കൂടെ? ഇവർ ജാതി, ജാതകം, ജോലി, ജില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് കല്യാണം നടക്കാത്ത എത്ര ലക്ഷക്കണക്കിന് ഹിന്ദു യുവാക്കളുണ്ട് കേരളത്തിലെന്നറിയോ? അതുകൊണ്ട് അവരുടെ ജനസംഖ്യ കുറയും. അതിന് മുസ്ലിം വിശ്വാസികളാണ് കുറവ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ വീട്ടിലൊക്കെ 3 കുട്ടികളുണ്ട്. അതെന്താ ഇവർ പറയാത്തത്? ക്രിസ്ത്യൻ കുടുംബത്തിനെതിരെ ഇവരെന്താ പറയാത്തത്? അപ്പോൾ നൂറ്റാണ്ടുകളായി മനസ്സിൽ ഉറച്ചു പോയൊരു സാധനമാണ് മുസ്ലിം വിരോധം. ആ മുസ്ലിം വിരോധം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ട്രോളിപ്പോൾ വന്നു കഴിഞ്ഞു. ഹരിഗോവിന്ദൻ ഹാജി എന്നിട്ട് ട്രോൾ വന്നു. ഞാനതിനൊന്നും പ്രതികരിക്കാറില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ പാടാൻ പോണ കാലത്ത് അവരെന്നെ ഹരിഗോവിന്ദൻ നമ്പൂരി എന്ന് വിളിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഹരിഗോവിന്ദ പൊതുവാൾ എന്ന് വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഉള്ളിലുള്ള വർഗീയതയാണ്. അതിലിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായാലും എന്താ പറയുക കോൺഗ്രസ്സുകാരനായാലും BJP-കാരനായാലും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ വർഗീയത കാരണം മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഇപ്പം നിങ്ങളുടെ ഈ ചോദ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വെറൊരു മതം മാത്രമാണെന്നൊരു തോന്നലാണ്. അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ദൈന്യാവസ്ഥകൾ പരിഹരിക്കുന്നതിന് അവർ പ്രവർത്തിക്കണതിന് എന്താ കുറ്റം പറയണത്? CITU-കാരൻ അവൻ്റെ യൂണിയൻ്റെ ആൾക്കാരുടെ കാര്യമല്ലേ നോക്കുള്ളൂ. CPM-കാരൻ അവൻ്റെ പാർട്ടിക്കാരുടെ കാര്യമല്ലേ ആദ്യം നോക്കുള്ളൂ. എന്നിട്ടല്ലേ കോൺഗ്രസ്സുകാരൻ്റെ വീടില്ലാത്ത പ്രശ്നം പരിഹരിക്കുന്നുള്ളൂ. അത് വർഗീയതയല്ലേ അങ്ങനെയാണെങ്കിൽ? പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പോൾ BJP-യിൽ പറഞ്ഞ കണക്ക് മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ BJP ഒരു വർഗീയ പാർട്ടി ആയിട്ട് കരുതുമ്പോൾ മുസ്ലിം ലീഗും ഞാൻ BJP വർഗീയ പാർട്ടി അത്ര നേരം പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ എവിടെയെങ്കിലും സംസാരത്തിലും BJP വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു. വർഗീയതയിലെ ജാതീയത പ്രവർത്തിക്കുന്നു BJP-യിൽ. വൻതോതിൽ ജാതീയതയാണ് പ്രവർത്തിക്കുക. വർഗീയതയിലേക്കൊന്നും പോകണ്ട, ജാതീയത തന്നെ വലിയ വിഭജനമല്ലേ. ഇപ്പോൾ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു മതത്തിൽ ചേരാൻ തീരുമാനിച്ചാൽ ഏതിലാണ് ചേരുകയെന്ന് പറയൂ? ഹിന്ദു എന്നൊരു സാധനം ഉണ്ടോ? ഈ ഹിന്ദു എന്ന് ഇവർ പറയുന്നുണ്ട്. ഹിന്ദു എന്നൊരു സാധനം ഉണ്ടോ? ഒന്ന് എടുത്ത് കാണിക്കൂ. ഒന്നുകിൽ നായരതിൽ ചേരണം, അല്ലെങ്കിൽ നമ്പൂരിയായിട്ട് ചേരണം, അല്ലെങ്കിൽ തട്ടാനായിട്ട് ചേരണം, അല്ലെങ്കിൽ ആശാരിയായിട്ട് ചേരണം. വേണ്ടേ? രണ്ട് ഹിന്ദു എന്ന് മാത്രം മറ്റൊരു സ്വതന്ത്ര സാധനം ഉണ്ടോ സന്ദീപേ? നിങ്ങൾ മുജാഹിദിലോ ജമാഅത്തിലോ ഒന്നും ചേരേണ്ട കാര്യമില്ല. അതിന് മുസ്ലിം എന്ന വിശ്വാസത്തെ പ്രകാരം ഖുർആനെ അംഗീകരിക്കുന്നു, ഏകദൈവത്തെ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ പോയിട്ട് നായർ നമ്പൂരി പോലത്തെ ജാതികളൊന്നുമില്ല. നേരെ മറിച്ച് ഒരു ഹിന്ദു ആയിട്ടുള്ള നായർ ഒരു മുസ്ലിം പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ മുസ്ലിം പെൺകുട്ടി നായരായിട്ട് എന്താ പറയുക അംഗീകരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇപ്പം ഹരിയേട്ടൻ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ജമാഅത്തുകാരില്ലല്ലോ.
SDPI എന്ന് പറയുന്ന അവരില്ലല്ലോ, മുജാഹിദ് ഇല്ലല്ലോ. ഇത് രാഷ്ട്രീയ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഇത് മതമല്ല. അത് ഈ പറയുന്നതെല്ലാം മതവുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു സമുദായത്തിന് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കുന്ന ആളുകളെ അവർ കൃത്യമായിട്ട് അകറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, അവർ മതത്തിൽപ്പെട്ട എല്ലാ ആളുകളുടെയും ഏത് തെമ്മാടികളെയും കൂടെ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് ചേർന്നല്ലോ, അപ്പോൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പരിപാടികൾ ക്യാൻസലാക്കുക? ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് ഞാൻ ഇപ്പോൾ സന്ദീപിന് കാണിച്ചു കൊടുത്തില്ലേ. ഞാൻ ആ സംഘാടകരെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി പേര് പറയുന്നില്ല. അവരോടൊക്കെ എന്താ പറയാനാണ്? അവരോട് എന്ത് പറയാനാണെന്നേ. അത് സ്വാഭാവികമായിട്ട് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് നഷ്ടങ്ങൾ സഹിച്ചാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ ഒരു പ്രതിഫലം പോലും മര്യാദയ്ക്ക് വാങ്ങാതെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എത്രയോ വേദികൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കലയുടെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചോ കലയുമായിട്ട് വലിയ എന്താ പറയുക സത്യസന്ധമായ കലാരംഗത്ത് പ്രവർത്തിക്കുക ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ മനുഷ്യർക്ക് അവസരങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട്. അവർ ഓച്ചാനിച്ച് നിൽക്കണം. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേരിൽ നടക്കുന്ന സംഗീതോത്സവത്തിൽ ഞാൻ എന്താണ് അവിടെ എന്നെ കാണാത്തത്? എൻ്റെ അച്ഛൻ്റെ പേരിൽ നടക്കുന്ന സംഗീതോത്സവം എൻ്റെ അച്ഛൻ്റെ സംഗീതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതിനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ്. ആ നഷ്ടം ഞാൻ സഹിക്കുകയാണ്, പക്ഷേ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എത്രയോ നഷ്ടം എത്രയോ കാലങ്ങളായിട്ട് സഹിച്ചിട്ടില്ലേ. അത് പുതിയൊരു അനുഭവമല്ല എനിക്ക്. ഇതിപ്പോൾ ഞാനിതിൽ ചേരാൻ പോകുമ്പോൾ എനിക്കറിയാം എന്നെ ഏൽപ്പിച്ച പല പരിപാടികളും ക്യാൻസലാവും. അത് അവരുടെ അന്തല്യായാണ്. ഞാൻ അവിടെ ചെന്നിട്ട് മാപ്പിളപ്പാട്ടല്ലല്ലോ, ലീഗിൽ ചേർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ പോയിട്ട് മാപ്പിളപ്പാട്ടാണോ പാടാൻ പോണത്? അതവർക്ക് ഭയമാണ്. ഞാനിപ്പോൾ എന്താവും അന്ന് പാടുക എന്നുള്ളത്. അവരെന്നെ വിളിച്ചിരിക്കുന്നത് എന്താ പറയുക, ക്ഷേത്രത്തിൽ പാടാന്ന് വെച്ചാൽ അതിന് ഉചിതമായ പാട്ടേ ഞാൻ പാടാറുള്ളൂ. എനിക്ക് കോളേജുകളിലും സ്കൂളുകളിലും പോയിട്ട് എൻ്റെ സംഗീതത്തിൻ്റെ മാനവികത പ്രകടിപ്പിക്കാൻ വേറെ അവസരങ്ങളുണ്ട്. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരിക്കലും ബാങ്ക് വിളിക്കുന്നതിന് ഡെമോൺസ്ട്രേഷൻ ചെയ്യാറില്ല. അത് ചെയ്യാൻ പാടില്ല. കാരണം അതൊരു കൂട്ടം വിശ്വാസികൾ കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒരിക്കലും വനിതാ എന്താ പറയുക യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ചിട്ടില്ല. മറ്റൊരു മതത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ അവരുടെ വിശ്വാസത്തിൽ ഇടപെട്ടിട്ടില്ല. എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ലീഗിൽ നിന്ന്? അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സ്നേഹം മാത്രമാണ്. സാംസ്കാരിക പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ഒരു സംഘത്തോടു കൂടി നിൽക്കുമ്പോൾ അവരൊരു പ്ലാറ്റ്ഫോം തരികയാണെങ്കിൽ കുറച്ച് ആളുകൾ കൂടി അതിന് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പാർട്ടി വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും കുറച്ച് ആളുകളുടെയും കൂടി സഹായം കിട്ടും. അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു പ്ലാറ്റ്ഫോം തരികയാണെങ്കിൽ, എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതൊന്നും ചോദിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഇന്നേക്ക് മാറ്റിയത് എൻ്റെ ജോയിനിങ്. എനിക്ക് ഒരു മാസം മുമ്പേ ജോയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്ത് കലാരംഗത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ കുറേ ആളുകൾ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഇടപെടാതെ ആഗ്രഹം ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനും തിരിച്ചും ഇസ്ലാം വിശ്വാസികളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളും കേരളീയ കലകളാണ്. കോൽക്കളി എന്തുകൊണ്ട് കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അത്തരത്തിലുള്ള കുറച്ച് പൊളിറ്റിക്കൽ തോട്ടുകൾ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഈ പ്ലാറ്റ്ഫോമുകളെ കൊണ്ട് ഉപകാരപ്പെടും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മറ്റു നഷ്ടങ്ങൾ തന്നെയാണ്, അനവധി നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇന്ന് മുതൽ. ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനതിൽ അംഗത്വം എടുത്ത സ്ഥിതിക്ക് അവരുടെ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഇതിപ്പോൾ ഇത് നിങ്ങൾ എന്നാണ് എയർ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ ഫാത്തിമ തെഹലിയയുടെ പ്രചരണത്തിന് ചെല്ലാൻ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു പേരാമ്പ്രയ്ക്ക് നാളെ വൈകുന്നേരം. അനവധി സ്ഥലത്ത് 4-ാം തീയതി തൃത്താലയിൽ ചെല്ലാൻ വേണ്ടി അവിടുന്ന് തന്നെ സലാം മാഷ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനുഷ്യരുടെ സ്നേഹം എന്തായാലും കിട്ടും. ഇനി കലയിൽ നിന്ന് വിട്ട് പൊതു രാഷ്ട്രീയത്തിലേക്ക് ഇല്ലില്ല. എൻ്റെ കലാപ്രവർത്തനം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു. എൻ്റെ കലാപ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അത് പലർക്കും മനസ്സിലായിരുന്നില്ല. മനസ്സിലായില്ലേ? എൻ്റെ കലാപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. പൗരോഹിത്യത്തിന് കീഴിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആളാണ് കലാകാരൻ എന്ന ഒരു സങ്കല്പം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അത് കൂടുതലും നമ്പൂതിരിമാരല്ല അത് ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് നിൽക്കുന്ന എന്താ പറയുക 2 ഘട്ട നായന്മാരെന്ന് പറഞ്ഞ ശൂദ്രവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള ഈ ജാതീയ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. തിരുമാന്താവുന്ന ക്ഷേത്രത്തിലെ സദനം വാസുദേവൻ എന്ന് പറയുന്ന നായർ സമുദായക്കാരനായ അങ്ങാടിപ്പുറത്തുകാരനെ കൊട്ടാൻ വേണ്ടി 2011 വിനയൻ എന്ന് പറയുന്ന അവിടുത്തെ മാനേജർ ക്ഷണിച്ചു വരുത്തി. അദ്ദേഹം മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ കൊട്ടുപഠിപ്പിച്ച ഗുരുനാഥനാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി അമ്പലത്തിൽ എത്രയോ തവണ ഒന്ന് കൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇയാൾ നായരായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാളെ അമ്പലത്തിൽ കൊട്ടാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ മനസ്സ് വേദനിച്ചിട്ടാണ് അയാൾ നാട് വിട്ടു പോയത്. ഞാനൊക്കെ മാറിപ്പോകുന്നത് ഈ മനസ്സ് വേദനിച്ചിട്ടാണ്. കുറേ കഴിയുമ്പോൾ നമുക്ക് പ്രതിരോധത്തിനൊരു പരിധി ഉണ്ടാവും.
അപ്പോൾ ഈ പറയുന്ന സദനം വാസുദേവൻ കൊട്ടാൻ വന്നതിൻ്റെ പേരിൽ മഞ്ചേരിയിലുള്ള മാരാർ സമുദായത്തിൽപ്പെട്ട സ്ഥിരമായിട്ട് അവിടെ വാദ്യകരാർ എടുക്കുന്ന ആളുകൾ ആ വർഷം കൊട്ട് ബഹിഷ്കരിച്ചു. അവിടെ INTU CITUവിൻ്റെ യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അതിൻ്റെ അകത്തുണ്ട്. ഒരുത്തനും മിണ്ടിയില്ല. ദേശാമാനിയിൽ പോലും വാർത്ത വന്നില്ല. ഒരു ഹിന്ദു ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനും അങ്ങാടിപ്പുറത്ത് അത് ശരിയല്ല, അയാളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അയാൾ കൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി വാദിച്ചില്ല. ഇതൊന്നും ലീഗുകാരല്ലല്ലോ ചെയ്തത്. ഇതൊന്നും അമ്പലത്തിലൊന്നും ചെയ്ത ലീഗുകാരല്ല. അമ്പലത്തിൽ പച്ച പെയിൻ്റ് അടിച്ചൊരു വിവാദം ഉണ്ടായി തിരുമാന്താവുന്നത്. ലീഗുകാരെ പോയിട്ടാണോ പെയിൻ്റ് അടിച്ചത്? പക്ഷേ തെക്കോട്ടൊക്കെ പ്രചരിക്കുന്ന എന്താണ്? മുസ്ലിങ്ങൾ ഇടപെടുകയാണെന്ന്. എന്താ ഇടപെടൽ അവിടെ നടക്കുന്നത്? വളരെ സൗഹാർദ്ദപൂർവ്വമാണ് ഈ ജില്ലയിൽ ജീവിക്കുന്നത്. ആ സൗഹാർദ്ദ അന്തരീക്ഷം നശിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ഗൂഢാലോചനകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് വിഷപ്പാമ്പുകളൊക്കെ ഒന്ന് തല താഴ്ത്തി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷൻ സമയത്തും അങ്ങനെ ഒരു സംഭവം വന്നു. അതെ, വെള്ളാപ്പള്ളിയെ പോലുള്ള ജാതി പിശാചുക്കളൊക്കെ ഇനിയും തലവെക്കും. അയാൾ ഒരേ സമയം മതേതരത്വം പറയുന്ന പിണറായി വിജയൻ്റെ കാറിൽ യാത്ര ചെയ്യുക, ഇവിടെ വന്നിട്ട് വർഗീയത പറയും ചെയ്യുക. പിണറായിക്ക് അതിനെതിരെ ഒരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റുണ്ടായോ? ഉണ്ടായില്ല. പണ്ട് തൊട്ടേ ഈ ലീഗിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മുതലേ കോണിക്കാണ് വോട്ട് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ നമ്മളൊക്കെ അങ്ങനെയല്ലേ. UDF എന്ന് പറയുന്ന സാധനത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലൊന്നും വോട്ട് ചെയ്തിട്ട് ചരിത്രമില്ല. ഗുലാം മുഹമ്മദ് ബനാത്തുവാല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, നാലകത്ത് സൂപ്പി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ആ കാലത്ത്. അന്നൊക്കെ എൻ്റെ അമ്മ വോട്ട് ചെയ്യുന്നത് കോണിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോടി ഒരു പുതിയ സാധനമല്ല. അപ്പം നമുക്കറിയാം ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയം. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ലീഗിലേക്കുള്ളൊരു മാറ്റം? അല്ല, ഇപ്പോഴാണ് എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തിലെ സുധാകരൻ എന്ന് പറയുന്ന സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചെറ്റ എന്ന് വിളിച്ചു പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ ഞാൻ മറുപടി നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് തെറിവാക്കും എനിക്ക് വിളിക്കാം. പക്ഷേ ഞാൻ പിണറായി വിജയൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അത് തന്നെ ഏറ്റവും വലിയ തെറിവാക്കാണ് ഇന്ന് കേരളത്തിൽ. ആ പേര് തന്നെ ഒരു അസഭ്യമായി മാറിയിരിക്കുകയാണ്. അയാൾ എത്ര ആൾക്കാരെ കുറിച്ച് അയാൾ മോശമായി ഇന്നും കൂടെ അയാൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വൃത്തികെട്ട ഒരുത്തൻ്റെ ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യാൻ വേണ്ടി കഴിയാവുന്നത്ര പ്രചരണങ്ങളിൽ പങ്കെടുക്കാൻ ഇപ്പോഴാണ് എനിക്ക് അവസരം. 9-ാം തീയതി വരെ സമയമുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സമയത്ത് ജോയിൻ ചെയ്തത്. ഒരു അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. 20-25 വർഷത്തോളമായിട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തുന്ന ഒരാൾ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾക്കറിയാം, അവിടെയുള്ള മൊത്തം കൗൺസിലർമാർ UDF ആണ്. ഒരൊറ്റ പ്രതിപക്ഷം പോലും ജയിച്ചിട്ടില്ല. എതിർ പക്ഷത്തുള്ള ഒരു മുന്നണിയിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ തങ്ങളെന്താ പറഞ്ഞെന്നറിയോ? പ്രതിപക്ഷമില്ലാത്തത് അത്ര സുഖകരമായൊരു സംഗതിയായിട്ട് കരുതരുത്. 6 മാസത്തിലൊരിക്കൽ മറ്റ് പാർട്ടിക്കാരെ വിളിച്ചിരുത്തി നിങ്ങൾ അവർക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇന്ത്യയിലൊരു പാർട്ടി നേതാവ് പറയുമോ? അതാണ് തങ്ങൾ കുടുംബത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു നോക്കും, പല സ്ഥലത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും മലപ്പുറം ജില്ലയിലത്തെ റോഡുകളും മലപ്പുറം ജില്ലയിലത്തെ സൗകര്യങ്ങളും. മലപ്പുറം ജില്ലയിലൊരു 2 വീട്ടിലേക്ക് വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കില്ല, കേസിന് നടക്കില്ല. അവർ വ്യത്യാസം എല്ലാം കൂടി സഹകരിച്ചാൽ വഴി റെഡിയാക്കി കൊടുക്കും. പക്ഷേ അതേ മലപ്പുറം ജില്ലയിലാണ് അങ്ങാടിപ്പുറം പാലം. അല്ല, അങ്ങാടിപ്പുറം പാലം എന്ന് പറയുന്നത് സാങ്കേതികമായി അക്കാലത്ത് രാഷ്ട്രീയമായി വലിയ വടംവലി നടക്കുന്ന സമയത്തുണ്ടായൊരു സാധനമാണ്. അത് അങ്ങാടിപ്പുറത്ത് തന്നെ അത് നിർമ്മിക്കുന്ന സമയത്ത് കൃത്യമായ സമരപരിപാടികളോ മറ്റോ ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ വീതി കൂട്ടുന്നതിനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. ഞാനതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങാടിപ്പുറം പാലത്തിനെ വികസിപ്പിക്കാനായിട്ട് മറ്റ് ചില മാർഗ്ഗരേഖകൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അത് കുറേ വ്യാപാരികളും എല്ലാവരും കൂടി ചേർന്ന് ആ റൂട്ട് മാറിപ്പോയാൽ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെ ബാധിക്കുമെന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ വന്നതാവാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ വികസനം എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് കുറേ വീതിയുള്ള റോഡ് ഉണ്ടാവുക, കുറേ നല്ല AC ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക. വികസനം എന്ന് പറയുന്നത് ഹൃദയത്തിലായിരിക്കണം ആദ്യം ഉണ്ടാവേണ്ടത്. അതെന്താണ്? അടുത്തടുത്ത് ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ സംഘർഷങ്ങളില്ലാതെയും അടുത്തടുത്തിരിക്കുന്ന സമുദായങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ പോകാനും വേദനിക്കുന്ന മനുഷ്യരെ ജാതി മതം നോക്കണ്ട പിന്തുണയ്ക്കാനും കഴിയുന്ന ഹൃദയത്തിൻ്റെ വികസനമാണ് ആദ്യം സംഭവിക്കേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അവരുടെ പാർട്ടിക്ക് എതിരായിട്ട് ഒരു വാക്ക് ഒരിക്കൽ പറഞ്ഞാൽ മതി, പിന്നെ അവൻ്റെ വീടിൻ്റെ എന്താ പറയുക ഫണ്ട് തടഞ്ഞു വയ്ക്കും. ലീഗ് അങ്ങനെ ചെയ്ത ഒരു ചരിത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് വികസനം. നാളെ ഇത്തരം തെറ്റുകൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് കണ്ടാലും ഈ കലഹം തുടരില്ലേ? പറഞ്ഞല്ലോ, ഇന്ന് അമൃത TVയുടെ ക്യാമറ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലീഗ് എല്ലാം തികഞ്ഞൊരു പാർട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല ലീഗിലേക്ക് വരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരം, ഭരണം, പാർലമെൻ്ററി പൊളിറ്റിക്സ്, നിലനിൽപ്പ്, പണം, ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവശതകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിൽ
എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി താരതമ്യേന ഇവരാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഇവർ ജീവിതകാലം മുഴുവൻ എല്ലാം തികഞ്ഞ ഒരു സംഘടന ഇന്ത്യയിൽ ഒരു സംഘടനയില്ല. അപ്പോൾ എനിക്ക് കഴിയാവുന്ന എൻ്റെ സ്പേസിൽ നിന്നിട്ട് എനിക്ക് പറയാനുള്ള തിരുത്തലുകൾ പറയണമെന്ന് അങ്ങോട്ടാണ് തങ്ങൾ പറഞ്ഞത്. നിങ്ങളായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ പറയണം, കാരണം ഞങ്ങൾ കൂട്ടത്തിലൊക്കെ പലതും മനസ്സിലാവില്ല. നിങ്ങൾ കാണുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നമ്മളോട് പറയാം. അത് തന്നെ വലിയൊരു എന്താ പറയുക ഒരു ടിക്കറ്റല്ലേ. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ സജീവമാകും, വിമർശനം തുടരും. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നും. കാരണം വെച്ചാൽ ഈ കുറച്ച് ദിവസം ഈ പറഞ്ഞ മാതിരി തെമ്മാടിത്തരങ്ങൾ കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം നമ്മൾ തുറന്നു വയ്ക്കണ്ടല്ലോ. അവരുടെ എന്താ പറയുക മനോരോഗങ്ങളുടെ മനോവൈകല്യങ്ങളെ കാണാനായിട്ട് നമ്മൾ തുറന്നു വയ്ക്കണ്ടല്ലോ. ബോധപൂർവമല്ല, പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിലെ ജന്മനാട്ടിലെ സായാഹ്ന ശാഖയുടെ മുഖ്യ ശിക്ഷകൻ വരെ ആയിട്ടുണ്ട്. അങ്ങനെ ശാഖയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ശാഖ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിമരം കവുങ്ങുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെട്ടിക്കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ ദളിതരായിട്ടുള്ള ആളുകളെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കുഴിച്ചിടുന്ന സമയത്ത് ഒരു നായരും അമ്പലത്തിൻ്റെ ഉടമകളായിട്ട് അവകാശപ്പെടുന്ന നമ്പൂരിപ്പാടും കൂടിയിട്ട് അത് കുഴിച്ചിടുന്ന സമയത്ത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് വീഴാൻ പോയ നേരത്ത് ശാഖയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദളിതനായിട്ടുള്ള ഒരാൾ പോയിട്ട് സഹായിക്കാൻ അങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞു. ഇനി തൊടണ്ട, അതായത് കവുങ്ങൊക്കെ കയ്യിലെത്തി കഴിഞ്ഞാൽ പിന്നെ തൊടണ്ടാന്നായി. അപ്പോൾ ആ കാഴ്ച എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. എന്നിട്ടും ഞാൻ കുറേ കാലം അതിൽ തുടർന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ ഇടതുപക്ഷ വേദികളിൽ സജീവമായി. ഇവരായിരിക്കും ഈ സമൂഹത്തിനെ ജാതി മത വ്യത്യാസങ്ങളില്ലാണ്ട് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവരാണ് ഏറ്റവും ഹിഡനായിട്ട് ഏറ്റവും കൂടുതൽ വർഗീയത തല്ലിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ഒരിക്കൽ ഞാൻ കോഴിക്കോട് കൊളത്തൂർ ചിദാനന്ദപുരി സ്വാമിജിയുടെ ക്ഷണപ്രകാരം, എനിക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്, എല്ലാ കാലത്തും എനിക്കിഷ്ടമാണ്. കുമ്മനം രാജേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്. അങ്ങനെ എനിക്ക് സംഘപരിവാറിൽ നല്ല ഇഷ്ടമുള്ള നല്ല വ്യക്തിത്വങ്ങൾ കുറേ ഉണ്ട്. അവരാരും സംഘത്തിലാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള സമുദായങ്ങൾ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വർഗീയത പറയുന്ന ആൾക്കാരോ അല്ല. പക്ഷെ വർഗീയത പറയാനായിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവനോ നന്നാവാത്തതിന് മറ്റ് സമുദായങ്ങളെ കുറ്റം പറയണം. സന്ധ്യയ്ക്ക് നാമം ചെല്ലാൻ പോലും മര്യാദയ്ക്ക് സ്വന്തം മക്കളെ പിടിച്ചിരുത്താൻ കഴിയാത്ത എന്താ പറയുക ശൂദ്രന്മാരാണ് മറ്റ് മതക്കാർ നന്നാവണേന് അസൂയപ്പെടുന്നത്. അപ്പോൾ ഈ സന്യാസി സംഗമത്തിൽ പങ്കെടുത്ത സമയത്ത് മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ അനുയായി, അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്നു. എന്നെ വളരെ അടുത്ത് അറിയുന്ന ആളാണ്. അപ്പോൾ ഹരിഗോവിന്ദൻ ഇന്നലെ എന്താ പറയുക മാനവ സംഗമത്തിൽ ഇന്ന് സംഘപരിവാറിൻ്റെ വേദിയിൽ നിന്നിട്ട് എന്നെ പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എൻ്റെ ഒരു നിലപാടെന്താ വെച്ചാൽ ഞാൻ എല്ലായിടത്തും പോവും. എന്നെ വിളിച്ചാലും ഇപ്പോൾ വിളിച്ചാലും ഞാൻ എല്ലായിടത്തും പോവും. എനിക്ക് പറയാനുള്ള കാര്യവും പാടാനുള്ള വിഷയം ഒന്നായിരിക്കും. അത് ഓരോ സ്ഥലത്ത് നമ്മൾ മാറ്റി പറയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എന്നെ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സന്യാസി സംഗമത്തിന് ഞാൻ പോയതും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളവർ നോക്കിയില്ല, അവിടെ പോയി എന്നത് വലിയൊരു കുറ്റമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേദിയിൽ പോകുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന് എന്താ പറയുക ഇടത് നാട്യക്കാർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്കും ഞാൻ വരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നിലപാടുകൾ എന്താണ് എടുക്കുന്നത് നോക്കിയാൽ ഏത് വേദിയിൽ പോകുന്നു എന്നുള്ളത് നോക്കേണ്ടതില്ല എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അന്ന് മുതൽ കുറേ സംഘപരിവാർ പരിപാടികൾക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അവരുടെ നിലപാടുകളോ കാര്യങ്ങളോ ഈ കുംഭമേളയ്ക്കായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രസ്താവനകളും സമീപനങ്ങളും ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലാത്തത് കൊണ്ടാണ് വലിയ ഒരു ഗൂഢാലോചന, ധ്രുവീകരണം, സാമുദായിക ധ്രുവീകരണം നടത്താൻ വേണ്ടി അവരൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അതിനെയെല്ലാം പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു ബി ടീമോ എ ടീമോ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അവരിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട്. അവർക്ക് ആർക്കും ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവരൊക്കെ വിട്ടത്. അവരെന്നെ വിളിച്ചാൽ ഞാൻ പോയി പാടും. അവർക്ക് എന്നെ വിളിക്കാനുള്ള ധൈര്യമാണ്. ഇപ്പം തന്നെ വിളിച്ച ആളുകൾ പരിപാടി ക്യാൻസൽ ചെയ്ത് തുടങ്ങി. അതാണോ ധൈര്യം? അത് ഭീരുത്വമല്ലേ? അവർക്ക് എന്നോട് പറയാം, ഹരിഗോവിന്ദ ഇതൊരു ക്ഷേത്രത്തിലെ പരിപാടിയാണ്, താൻ ലീഗുകാരനാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്കിവിടെ ക്ഷേത്രത്തിൽ പാടാൻ ഉചിതമായ പാട്ടുകളെ പാടാവുള്ളൂ എന്ന് എനിക്ക് എന്നോട് നിർദ്ദേശിക്കാമല്ലോ. ഞാനവിടെ പോയിട്ട് വിപ്ലവഗാനം പാടിയിട്ടില്ലല്ലോ. ഇന്ന് വരെ ക്ഷേത്രത്തിലും പോയിട്ട് ഞാൻ സാധാരണ പൊതുവേദികളാണെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പുറത്തുള്ള വേദികളാണെങ്കിൽ ഞാൻ ബാങ്ക് വിളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ക്ഷേത്രത്തിനകത്തുള്ള വേദികൾ ഞാൻ ചെയ്യാറില്ല. കാരണം അവിടെ നമ്മൾ ഔചിത്യം പാലിക്കണമല്ലോ. അവർക്കൊരു ചിട്ടകളുണ്ട്, അത് പാലിക്കാൻ പറ്റുമെങ്കിൽ നമ്മളങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അതുപ്രകാരം ഇപ്പോഴും എന്നെ വിളിക്കുന്നതിന് ഒരു തടസ്സമില്ല. കാരണം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ പാട്ട് മുഴുവൻ ഞാൻ നാളെ മുതൽ എന്താ പറയുക കാഫും മലപ്പുറൻ്റെ പൂങ്കാറ്റ് എന്നല്ലല്ലോ ഇടയ്ക്കോട്ടി പാടാൻ പോണത്. ഇപ്പം തന്നെ ട്രോളുകൾ വന്നു കഴിഞ്ഞു. എന്താ പറയുക, വന്ദേ മുകുന്ദ റബ്ബേ, ജയ എന്താ റബ്ബേ,
സന്താപഹാരി റസൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്താ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയുക, അങ്ങനെയെങ്കിലും ഇവർ റബ്ബെ റസൂലേ എന്നൊക്കെ ഒന്ന് എഴുതുമല്ലോ. അതായത് മറ്റൊരു മതക്കാരൻ ദൈവത്തെ വിളിക്കുന്ന പദങ്ങൾ അങ്ങനെയെങ്കിലും ഇവരൊന്ന് വിളിക്കുമല്ലോ. അങ്ങനെയെങ്കിലും ഞാൻ കണ്ടത് മറ്റൊന്നാണ്, മാപ്പിളപ്പാട്ടുകൾ ഇനി സോപാന സംഗീതത്തിന്റെ രൂപത്തിൽ വരും എന്നുള്ള രീതിയിൽ. അതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് ചേരുക എന്ന് പറഞ്ഞാൽ മാപ്പിള ആവുകയാണ് എന്നാണ് ഇവർ വിചാരം. മുസ്ലിം ആവുകയാണോ ചെയ്യുന്നത്? ഞാൻ മുസ്ലിം മതത്തിലാണോ ചേർന്നത്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സംഘടനയിലാണ് ഞാൻ ചേർന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഹിന്ദു BJP-യിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആവലാണോ ചെയ്യുന്നത്? ആൻ്റണി അനൂപ് ഹിന്ദു ആയോ? അല്ല, ഞാൻ പണ്ടേ ഇടയ്ക്ക് കൊട്ടിയിട്ട് എൻ്റെ കൂടെ ഇടയ്ക്ക് വായിക്കാൻ വരുന്ന ആൾ, എന്താ പറയുക, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ട് ഇടയ്ക്കയിൽ വായിക്കുന്ന ആളാണ് മണികണ്ഠൻ പെരിങ്ങോട്. അപ്പോൾ ഇടയ്ക്ക കൊട്ടിയിട്ട് മാപ്പിളപ്പാട്ടൊന്നുമല്ല, ഞാൻ എന്താ പറയുക, ഇതിലെ ഖുറാനിലെ വരികൾ പണ്ട് പാടിയിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? അല്ല, അതിൻ്റെ കുഴപ്പം എന്താണ്? ഞാൻ ഇപ്പോൾ റംലാൻ ഗീതം പാടിയിട്ടില്ലേ? എൻ്റെ റംലാൻ ഗീതം ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് യൂട്യൂബിലുണ്ട്. അതായത് റംലാൻ ഗീതത്തിൻ്റെ വരികൾ ഞാനന്ന് ഇതിലേക്ക് ചേരാൻ വരുന്ന സമയത്ത് റംലാൻ മാസമാണല്ലോ ആദ്യമായിട്ട് ഇതിനെ സന്ദർശിക്കുമ്പോൾ. അപ്പോൾ ആ വരികൾ കുറച്ച് ദിവസം ഇതായിരുന്നു. അതായത് ലൈലത്തുൽ ഖദറിൻ്റെ മാസം റംലാൻ, റസൂലിൻ്റെ പാവന പുണ്യം റംലാൻ, വിശ്വമഹാ മാനവർക്കു സുധാരസം വർഷിക്കുമീ പുണ്യമാസം റംലാൻ. ലൈലത്തുൽ ഖദറിൻ്റെ മാസം റംലാൻ, റസൂലിൻ്റെ പാവന പുണ്യം റംലാൻ. യേശുദാസ് സാർ എത്ര മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്, എത്ര ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് യേശുദാസ് സാറിനെ നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? അതുപോലെ എന്താ എന്നെ കാണാൻ പറ്റാത്തത്? കോൺഗ്രസിന് എങ്ങനെ വിലയിരുത്തും? കോൺഗ്രസ് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഈ തമ്മിലുള്ള വടംവലി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി അടുത്ത ഭരണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഞാൻ ലീഗിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഇത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലമാണിത്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നൊരിടം. കാരണം ഇപ്പം ഇന്ന് എന്നെ RSSൽ BJPയിലും RSSലൊക്കെ സജീവമായിട്ടുള്ള ഒരാൾ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഓരോരുത്തർക്കും ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവിധ ആശംസകളും ഹരി എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ കൂടെ ഇരിക്കുമ്പോഴാണ് കോള് ലൗഡ് സ്പീക്കറിട്ടാണ് അയാൾ കേട്ടത്. അങ്ങനത്തെ എല്ലാ മനുഷ്യരും എല്ലാ സംഘടനയിലുണ്ട്. BJPക്കാർ മുഴുവൻ മോശമാണോ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മുഴുവൻ മോശമാണോ? അല്ലല്ലോ. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾ മോശപ്പെട്ട സമീപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് പെരുമാറിയാലും നമുക്ക് അവരുടെ നന്മ കാണാൻ തടസ്സമാവും. കോൺഗ്രസ് മോശപ്പെട്ട സമീപനം എടുക്കുന്നു. അല്ല, കോൺഗ്രസ് മോശപ്പെട്ട ഒരു സംഘടനയല്ലല്ലോ. കോൺഗ്രസ്സിലെ പെട്ട വ്യക്തികൾക്കല്ല, എല്ലാത്തിലും ഞാൻ പറയാം. ഇപ്പോൾ ലീഗിനകത്തുമില്ലേ മോശപ്പെട്ട സമീപനങ്ങൾ ഉണ്ടാവും. ഇർഷാദ് മോശപ്പെട്ട സമീപനമല്ല എടുത്തത്, അതുപോലെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഒരു ഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത അവസ്ഥയുണ്ട്. അല്ല, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കൂടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ ഭരണം കിട്ടും തന്നെയല്ലേ പറയേണ്ടത്? അല്ല, അധികാരം കിട്ടുക എന്നുള്ളത് എൻ്റെ വിഷയമല്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് 10 കൊല്ലം പുറത്തിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്, UDF. അപ്പോൾ അവർക്ക് അധികാരം ആവശ്യം തന്നെയാണ്. കാരണം അധികാരം ഉണ്ടെങ്കിലാണ് ഒരു സംഘടനയ്ക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ആ അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യണം, അത് ഞാൻ ചെയ്യും. അപ്പോൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ.